ഹലോ, അപ്പോൾ ഇന്ന് തനിക്കുട്ടിയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ സെപ്റ്റംബർ 10 ആണ് കേട്ടോ ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നത്. പിന്നെ പിറന്നാൾ വരുന്നത് ഉത്രാടത്തിൻ്റെ അന്നാണ്. അപ്പോൾ ഞങ്ങളുടെ ഉത്രാടത്തിനാണ് ആഘോഷിക്കുന്നത്. അപ്പോൾ തനിക്കുട്ടി അച്ഛമ്മയുടെ കൂടെ രാവിലെ തന്നെ കുളിച്ച് അമ്പലത്തിലൊക്കെ പോയി. അമ്പലത്തിൽ പോയി വന്നു കഴിഞ്ഞു. നമ്മുടെ സിദ്ധുക്കുട്ടൻ്റെ കൂടെ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ തഞ്ചേച്ചിയും സിദ്ധുക്കുട്ടനൊക്കെ കുറച്ച് നേരം കളിച്ചു. അത് കഴിഞ്ഞിട്ട് പൂക്കളിടണമായിരുന്നു. അപ്പോൾ ഉത്രാടത്തിൻ്റെ അന്നാണ് പിറന്നാൾ വരുന്നത്. അപ്പോൾ ഉത്രാടത്തിൻ്റെ അന്ന് പൂക്കളിടാനായിട്ട് തനിക്കുട്ടി അങ്ങനെ പൂക്കളൊക്കെ ഇട്ട് കഴിഞ്ഞു. വീണ്ടും നമ്മുടെ സിദ്ധുക്കുട്ടനും തനിക്കുട്ടിയൊക്കെ കൂടിയിട്ട് നമ്മുടെ കരടിക്കുട്ടൻ്റെ കൂടെ കളിച്ചുകൊണ്ടിരിക്കാനായിട്ടാണ്. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ കുറച്ച് ബലൂണൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ വെച്ചിട്ട് ഒന്ന് ഡെക്കറേഷനൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അച്ഛമ്മയാണെങ്കിൽ അവിടെ സദ്യയൊക്കെ ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു. ഞാനും തനുകുട്ടിയും സിദ്ധുക്കുട്ടനൊക്കെ കൂടിയിട്ട് ഇത് ബലൂണൊക്കെ വീർപ്പിച്ച് സെറ്റാക്കാനായിട്ട് പോവായിരുന്നു. അപ്പോൾ ഞാൻ വീർപ്പിക്കുന്ന ബലൂണൊക്കെ ഓരോന്നും നമ്മുടെ സിദ്ധുക്കുട്ടനും തനുകുട്ടിയും കൂടി കളിച്ചുകൊണ്ടിരിക്കാനായിട്ടാണ്. അങ്ങനെ ഞങ്ങൾ ചെറിയ രീതിയിൽ ഡെക്കറേഷനൊക്കെ ചെയ്ത് കഴിഞ്ഞു. പിന്നെ തനുവിന് ഇതേ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് പുതിയതായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഒരു ഉടുപ്പാണ് കേട്ടോ അത്. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു. ഇങ്ങനെ റെയിൻബോ കളറിലെ ഉടുപ്പ് തയ്പ്പിക്കണം, എന്തായാലും തനുവിൻ്റെ 5th ബർത്ത്ഡേക്ക് ഇങ്ങനെ ചെയ്യണമെന്ന് നല്ല ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞാൻ തൃശ്ശൂർ പോയി മെറ്റീരിയലൊക്കെ എടുത്തു. അങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഡ്രസ്സാണ് കേട്ടത്. അപ്പോൾ അത് ഇട്ടപ്പോഴേക്കും നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അങ്ങനെ ഇതേ അച്ചാച്ചനും അമ്മാമ്മയും വന്നിട്ടുണ്ട്. അപ്പോൾ അവർ വന്നപ്പോഴേക്കും കേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അകത്ത് കൊണ്ടുവച്ചു. പിന്നെ ഇതേ തനുക്കുട്ടിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് ഡ്രസ്സൊക്കെ കൊടുക്കുന്നുണ്ട്. സിദ്ധുക്കുട്ടനും ഡ്രസ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ചു. അങ്ങനെ ഇതാണ് കേട്ടോ ഞങ്ങളുടെ കേക്ക്. അപ്പോൾ ഒരു റെയിൻബോ കളറിലും പിന്നെ ഒരു യൂണിക്കോൺ പോലെയൊക്കെ ആയിട്ട് ഒരു ഡിസൈൻ ചെയ്തിട്ടുള്ളൊരു കേക്കായിരുന്നു കേട്ടോ. കേക്ക് ബട്ടർ സ്കോച്ചിൻ്റെ കേക്കായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേക്ക്. പിന്നെ അതിൻ്റെ ഒരു ഡെക്കറേഷൻ ചെയ്തതും നന്നായിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ബലൂണും തനുകുട്ടിയും കേക്കും ഒക്കെ ഒരേ സെയിം കളർ കോമ്പിനേഷനിൽ വന്നേക്കാൻ കേട്ടോ. അങ്ങനെ തനുകുട്ടിയുടെ 5th ബർത്ത്ഡേ ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യാനായിട്ട് പോവാണ്. Happy birthday to you. Happy birthday Tanusri. Happy birthday to you. ചിതുട്ട പോയി മേടിച്ചോ മറ്റേ കൈ കൊടുക്ക്. കൊടുത്തോ അച്ഛൻ കിട്ടില്ല. നല്ല വീഡിയോ കിട്ടും. ചേച്ചി കേക്ക് തരും. ചിദ്ദുനോടക്ക് ചിദ്ദുനോടക്ക് അങ്ങനെ അതൊന്ന് വീഡിയോ എടുക്കണേ. ഏത് ഹാപ്പി ബർത്ത്ഡേ തനു. കുട്ടി സിമ്പിളായി നിൽക്കണം. ഹാപ്പി ബർത്ത്ഡേ തനുശ്രീ. ഇത്തിരി തരാം. മിഠായി ഒന്നും അങ്ങനെ ഇരിക്കുമ്പോ കാണില്ല അല്ലാണ്ട്.
അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞു. എല്ലാവരും കേക്ക് കഴിച്ചു, പിന്നെ മിഠായി കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഇതേ സദ്യ കഴിക്കാനായിട്ട് പോവാണ്. അപ്പോൾ തനിക്കുട്ടിക്ക് ഇങ്ങനെ ഇലയിട്ടിട്ട് വിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ടാണ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ സിദ്ധുക്കുട്ടനും കൂടെ ഇരുത്തിയിട്ടുണ്ട്. അപ്പോൾ തനുവിന് ഇന്ന് ഇലയിൽ ചോറ് കൊടുക്കുകയാണ്. അപ്പോൾ ഇലയിൽ ഇന്ന് ചോറുണ്ട്, സാമ്പാർ, അവിയൽ, കാളൻ പുളിഞ്ചി, അച്ചാർ, പിന്നെ പായസം, പരിപ്പ് പായസമായിരുന്നു. അപ്പോൾ ഇതൊക്കെ കൂട്ടി നമ്മുടെ തനിക്കുട്ടിക്ക് ചോറ് കൊടുക്കുകയാണ്. അപ്പോൾ താഴെ ഇരുത്തിയിട്ടാണ് കൊടുക്കുന്നത്. താഴെ പായൊക്കെ വിരിച്ച് അതിൽ നമ്മുടെ തനിക്കുട്ടി സിദ്ധുക്കുട്ടനൊക്കെ ഇരുന്ന് രണ്ടുപേരും ചോറൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളെല്ലാവരും ഭക്ഷണം കഴിക്കാനായിട്ടാണ്. അത് കഴിഞ്ഞ് അച്ഛനും അമ്മയും പോകേണ്ട സമയമായി. അപ്പോൾ തനുക്കുട്ടി വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അമ്മാമ്മോട് പറയുകയാണ് കേട്ടോ, വരുന്നുണ്ട്, അങ്ങോട്ട് വരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ പിറ്റേ ദിവസം ഓണമാണല്ലോ, അപ്പോൾ ഓണം കഴിഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞിട്ടൊന്നും തനുവിന് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ തന്നെ അമ്മാമ്മേൻ്റെ ചേച്ചൻ്റെ കൂടെ പോകണം എന്നൊക്കെ പറഞ്ഞ് കുറച്ച് നേരമൊക്കെ വാശി പിടിച്ചു. പോകുന്ന നേരമായപ്പോഴേക്കും നല്ല കരച്ചിലായിട്ട്. അപ്പോൾ ഇത്രയും നേരം ബർത്ത്ഡേ ആഘോഷിച്ചതൊക്കെ അതിൽ പോയി. അങ്ങനെ കുറേ നേരമൊക്കെ കരഞ്ഞ് തനുവിൻ്റെ മുഖം കുറേ നേരമൊക്കെ കരഞ്ഞപ്പോഴേക്കും ആകെ മുഖമൊക്കെ വാടിപ്പോയി. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും തനുവിൻ്റെ കരച്ചിലൊക്കെ മാറി. അങ്ങനെ ഞങ്ങൾ കേക്കിലത്തെ റെയിൻബോ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് കേട്ടോ തനുവിൻ്റെ ബർത്ത്ഡേ വ്ളോഗ്. അപ്പോൾ വീഡിയോ എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ എല്ലാവരുടെയും ബർത്ത്ഡേ എന്നാണെന്നുള്ളത് കമൻറ്റ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ.